നമസ്കാരം. ഡീപ് സാഹിത്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ലോകാത്ഭുതങ്ങളാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളാണ് ഇന്ന് വിവരിക്കുന്നത്. ആദ്യത്തേത് ചൈനയിലെ വൻമതിൽ. മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്നാണ് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 21,196.18 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ്. ഈ വൻമതിൽ ചിലയിടങ്ങളിൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വൻമതിലിനെ ആവുന്ന പോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയാനായി വൻമതിലിന്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടുപോകുന്നത് വൻമതിലിന്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട്. അപ്രകാരം ചെയ്യുന്നത് ചൈനയിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റമായി കരുതുന്നു. ചൈനയിലെ വിനോദസഞ്ചാരത്തിന്റെ മുഖമുദ്ര തന്നെയാണ് വൻമതിൽ. അടുത്തതായി പെട്ര. ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് പെട്ര. ലോക പൈതൃക പട്ടികയിൽ ചരിത്രപരമായി ഇടം നേടിയിട്ടുണ്ട്. പുരാതന ജോർദാനിയൻ നഗരമാണ് പെട്ര. ചരിത്രാതീത കാലത്ത് നബാത്തിയന്മാർ കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ നഗരം. മൺമറഞ്ഞുപോയ അറേബ്യൻ ഗ്രീക്ക് വാസ്തുകലയുടെ തെളിവായാണ് പെട്ര നഗരം നിലനിൽക്കുന്നത്. അടുത്തത് കൊളോസിയം അഥവാ ഫ്ലേവിയൻ ആംഫി തിയേറ്റർ. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതു വിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു കൊളോസിയം അഥവാ ഫ്ലേവിയൻ ആംഫി തിയേറ്റർ. 50,000-ലേറെ കാണികളെ ഉൾക്കൊള്ളിക്കുമായിരുന്ന ഈ പോരാങ്കണം അക്കാലത്ത് നിലനിന്നിരുന്ന ക്രൂര വിനോദമായ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധത്തിന്റെ വേദിയായിരുന്നു. ഇത് റോമിലെ ഏറ്റവും ആകർഷണീയമായ സ്മാരകമാണ്. അടുത്തതായി ചീചേൻ ഇറ്റ്സ. മമാഡോ നാഗരികതയിലെ ഒരു വലിയ മായൻ നഗരമായിരുന്നു ചീചേൻ ഇറ്റ്സ. മെറിഡയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ കിഴക്കായി യുകാറ്റൻ ഉപദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചീചേൻ ഇറ്റ്സ എന്നാൽ മാന്ത്രിക ജലത്തിന്റെ കിണറിന്റെ അഴിമുഖം എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തതായി താജ്മഹൽ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പേർഷ്യൻ, ഒമോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂട്ടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ. അടുത്തതായി യേശുക്രിസ്തുവിന്റെ പ്രതിമയായ ക്രൈസ്റ്റ് ദി റെഡീമർ. 2007 മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ലോകാത്ഭുതങ്ങളിലൊന്നാണ് ബ്രസീലിലെ റിയോവിൽ സ്ഥിതി ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ പ്രതിമയായ ക്രൈസ്റ്റ് ദി റെഡീമർ. ഈ പ്രതിമയ്ക്ക് 30 മീറ്റർ വീതിയും 38 മീറ്റർ ഉയരവുമുണ്ട്. അടുത്തതായി മച്ചു പിച്ചു. 7 ലോകാത്ഭുതങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് പെറുവിലെ മച്ചു പിച്ചു കോട്ട. കൊടുംവനത്തിൽ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്